നല്ല സ്മെല്ലാണ് കേട്ടോ. വെള്ളത്തിൻ്റെ അടിപൊളി സ്മെല്ലാണ്. ഇനി ഇതിലേക്ക് എടുത്ത് ഒഴിക്കുന്ന പരിപാടിയാണ്. നമുക്കത് ഇങ്ങനെയാണ് നോക്കാം. அதுக்குதான் மனுஷாக்கு போட்டுக்கிறத. நீ மனுஷாக்கு இங்க வச்சுட்டு போட்டு எதுவும் நடந்தீங்கன்னா நேற்று நைட் களத்தை கழுவி விட்டுருக்கலாம். உங்களுக்கு கழுவு வாங்க ஊற்றுவாங்க. மணிக்கு விட்டு தான் கீழே விடணும். எனக்கு ஒரு பிரச்சனையும் இல்லை. இடம் எப்படியா விட்டுச்சா? எப்படி வச்சு டேய் சாக்கடை சாக்கடை சொல்றேன். அவன் கழுவி போய் சாக்கு லைன் எடுத்து சொல்றேன். லைன் பழைய தள்ளி விட்டு போய் சாக்கு மேலே நினைப்பாங்க. அது முதல் சாக்கு ஒன்று நடக்காது. வரிசை எடு. சாக்கு எப்போ விழிக்க மாதிரி விழிக்க வேண்டாங்க. நாலு சாக்கு விழிக்கணும். நீங்க 5 சாக்கு 6 சாக்கு விழிச்சுட்டாங்க. எப்போ வரைக்க மாதிரி விழிக்க வேண்டியதானே? ஆரம்பத்தில் சொல்ற சாக்கு மேல யாரும் வேணுமா? வேணுமாங்க? ಕಾರ್ ಓಡಿಸಿದ್ರೆ ಕಟ್ ಮಾಡಬೇಕಾಗಿದೆ. ಕಾರ್ ಓಡಿಸೋ ಟೈಮ್ ಇಷ್ಟೆಲ್ಲ ಫೋನ್ ಮಾಡೋಣ. ಎಲ್ಲಿ ಫೋನ್ ತೆಗಿಬೇಕಾಗಿದೆ? எதுக்கு சொல்லி ஏன் அந்த கொலை வரீங்க? அங்கே தேக்கல் பார்த்தா நான் சொல்கிறேன். அப்போ ஊற்று அதனால வா
ಲೋಡ್ ಈಗ ಕಳ್ಸಕ್ಕಾಗಿಲ್ಲ ಲೋಡ್ ಕಬ್ಬು ಸ್ಟಾಕ್ ಇದು ಕಾಣ್ತದ ನಮ್ಮ ಡ್ರೈವರ್ ಬರೋಕೆ ಕಳಿಸ್ಬೋದು ಹಾಂ ಅನ್ಲೋಡ್ ಮಾಡೋಕ್ಕೆ ಜಾಗ ಇಲ್ಲ ಆಮೇಲೆ ಡ್ರೈವರ್ ಬರ್ಬೇಕಾಗಿದೆ ಡ್ರೈವರ್ನಿಗೆ ಸ್ನಾನಗಾನ ಮಾಡಿಟ್ಟು ನಾವು 9 ಗಂಟೆ ಮೇಲೆ ಬರ್ತೀವಿ ನಾವು ಹೋಗಿ ಅದು ಒಂದು 10 ಗಂಟೆ ಮುಂದೆ ಕಳಿಸ್ತೀವಿ ಗಾಡಿ ಸರಿ ಕಳಿಸ್ಲಿಂಗಲ್ಲ ಕಳಿಸ್ತೀವಿ ಸ್ವಲ್ಪ ಲೇಟ್ ಅಷ್ಟೇ ಹಾಂ ಕೊಡ್ತೀವಿ ಆಮೇಲೆ ಕೊಡ್ತೀವಿ ಕೆಲಸ ಮಾಡಿದ್ರೆ ಕೆಲಸ ಮುಗಿಸ್ಬಿಟ್ಟು ಕೊಡ್ತೀವಿ ಏಯ್ ರವಿ ಹಾಂ ರವಿ ಏಯ್ பால் கீழ் கிலோ சொல்லக்கூடாது சரியா கொஞ்சம் ஊற்றுங்க சாப்பிட வச்சு ஊற்றுங்கன்னு சொல்கிறேன் சரி ஊற்றுங்க ஊற்றுங்க மிஷின் தரது பிடிக்கிறது போதும் போதும் இதுக்கு எல்லாம் இருந்தாலும் களத்தை கழுவாமல் படுத்தீங்கன்னா அவ்வளோதான் களத்தெல்லாம் நீட்டாக கழுவி விடுங்க ഇത് അടുത്ത ട്രിപ്പിനുള്ള കരിമ്പിൻ്റെ നീരാണ് കേട്ടോ. ഇത് ആദ്യം റെഡിയായത് അവർ ഒഴിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പെട്ടെന്ന് സെറ്റാകുന്നുണ്ട് കേട്ടോ. ഇത് നല്ല കുറുകി കഴിഞ്ഞാൽ പെട്ടെന്ന് സെറ്റാകുന്നുണ്ട്. ഇതിവിടെ കണ്ടിന്യൂസ് പണിയാണ് കേട്ടോ. രാത്രി 2 മണി തുടങ്ങിയിട്ട് 6-7 മണിയാകുമ്പോൾ ഇവർ സ്റ്റോപ്പ് ചെയ്യാം.
பட்டாட்டா எடுத்துட்டு வரமா? അപ്പോൾ എല്ലാം റെഡി ആയിട്ടോ. അപ്പോൾ ഈ ഈ സംഭവം കാലിയാനായിട്ടോ.
മോൾഡ് തിരിച്ചു വെച്ച് അതിൽ കുറേ അടിയാണ്. അടിക്കുമ്പോൾ അത് താഴേക്ക് പോകും. ഇനി ഇത് ഇവിടുന്ന് ഡ്രൈ ആണ്. നല്ലോണം ഉണങ്ങി സെറ്റായി. അത്രയാണ് ഇതിൻ്റെ പണിയുള്ളത്. ഇത് അടുത്ത ട്രിപ്പ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അതൊക്കെ വന്നു கையில் காசு வச்சுக்க மாட்டேன். காப்பி வாங்கி கொடுத்து வேலை முடிச்சுடுவேன். അപ്പോൾ ഇതാണ് നമ്മൾ വെള്ളം ഉണ്ടാക്കുന്ന ഫാക്ടറിയിലെ കാഴ്ച. ഇതാണ് അതിൻ്റെ അടുപ്പ്. അപ്പോൾ നമ്മൾ ഫാക്ടറി വെള്ളം ഉണ്ടാക്കുന്ന ഫാക്ടറിയിലെ കാഴ്ചകളൊക്കെ കണ്ടില്ലേ? ഇനി ഇവിടെ കുറച്ച് താഴോട്ടൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് പോയി നോക്കാം. ഇവിടെ വേറെ 2 ഫാക്ടറികളുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ കണ്ടതെന്ന് വെച്ചാൽ പഞ്ചസാര നല്ലപോലെ ആഡ് ചെയ്യുന്നുണ്ട് ഇതിൽ. അവിടെ ചാക്ക് ഇങ്ങനെ അട്ടി വെച്ചിരിക്കുക പഞ്ചസാരയുടെ. അപ്പോൾ നമ്മളിത് കരിമ്പല്ലേ പ്യൂർ വെള്ളം എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യുക. പക്ഷേ ഇത് ഫുള്ള് കരിമ്പിൻ്റെ സംഭവങ്ങളല്ല, പ്രോസസ് ചെയ്ത ഷുഗർ ഇവർ മധുരത്തിന് വേണ്ടിയിട്ട് ഇവർ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. എത്ര പെർസെൻറ്റേജ് ആഡ് ചെയ്യുന്നുണ്ടെന്ന് കാര്യങ്ങളൊന്നും അറിയില്ല. പക്ഷെ ഇവർ ആഡ് ചെയ്യുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഞാനിപ്പോൾ കാണിച്ചു തരാം. പഞ്ചസാരയുടെ ചാക്ക് ഇങ്ങനെ അട്ടി വെച്ചത് ഞാൻ കാണിച്ചു തരാം. അവിടെ ഒരു ഫാക്ടറി ഉണ്ട്. അയാൾ ഇരിക്കുന്നതില്ലേ, അത് പഞ്ചസാര ചാക്കിൻ്റെ മുകളിലാണ്. ആണാ ഇതിലെയാ അതല്ലേ? ഇതാ ഈ ചാക്കെല്ലാം പഞ്ചസാര ചാക്കാണല്ലോ. ഇവിടെയൊക്കെ ശർക്കര റെഡി ആയിട്ടുണ്ട്. നല്ല ചൂട് ശർക്കര തിന്നോക്കാം. എവിടെയും നമ്മൾ മോൾഡ് കണ്ട അതേ സെറ്റപ്പാണ്. 6 മോൾഡ് ഉണ്ട്. അതുപോലെ ഇത് റെഡി ആയതിടാനുള്ള അതാ ഒരു പാത്രമുണ്ട്, വലിയൊരു പാത്രം. തിളച്ചിങ്ങനെ പതയുന്നുണ്ട് കേട്ടോ.
எந்த ஊர்? தமிழ்நாடா? அங்கே. ഓണർ യാറ്? മേൽക്കട. ആ ശരിയാണ്. ആ ഹാ ഹാ. അപ്പം മുകളിലൊക്കെ വിളിക്കുന്നുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെയുള്ള ഇതൊക്കെ കാണുമെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ ഇതിൻ്റെ ഓണറാണ് കേട്ടോ. അവർ കറക്റ്റായിട്ട് കാര്യങ്ങൾ പറയാൻ ചേട്ടൻ എനിക്ക് കുറച്ച് പറയേണ്ടത്. അതായത് ഈ ഫാക്ടറി റൺ ചെയ്യുന്ന ആൾ, അതായത് പിന്നെ ഇതിൻ്റെ ഓണറിന് കുറച്ച് കാര്യങ്ങൾ നമ്മൾ കേരളക്കാരോട് പറയാനുണ്ട്. അതെന്തെന്നാ നമുക്കൊന്ന് കേട്ടോ. ചൊല്ലണ എന്നാ கேரளா மக்களுக்கு ஒன்று கேட்டுக்கிறாங்க. நீங்கள் இயற்கையான வெள்ளம் சாப்பிட விரும்புகிறீங்களா இல்லை கெமிக்கல் வெள்ளம் சாப்பிட விரும்புகிறீங்களா? கெமிக்கல் வெள்ளம்னு பார்த்தீங்கன்னாலே ரோஸ் கலரு, மஞ்சள் கலரு, இந்த மாதிரி கலர் வரும். நீங்கள் ஏன் அதவே கேட்குறீங்க? இயற்கையான வெள்ளம் காப்பி கலர் வரும், பச்சை கலர் வரும். ஏன் அந்த வெள்ளம் வாங்கி சாப்பிட்லாம்ல, எந்த ஒரு நோய் வராதுல்ல. நீங்கள் அம்மாவில் வந்து அப்புறம் வந்து கேன்சர் வந்துருச்சு, சுகர் வந்துருச்சுன்னு அதை ஏன் சொல்கிறீங்க? இயற்கையான வெள்ளம் வாங்கி சாப்பிட்லாம்ல. இயற்கையான வெள்ளம் எப்பவுமே நார்மல் வந்து ரோஸ் தான், ரோஸ் வராது, காப்பி நோட்டம், പച്ച കളർ വരും. അവളത് രണ്ടേ കളർ தான். നിങ്ങൾ அதை വാങ്ങി സാപ്പിടലാംல. അപ്പോൾ ഇവർ നമ്മളോട് ചോദിക്കുന്നത് പിന്നെ കേരളക്കാർ എന്തുകൊണ്ടാണ് കെമിക്കൽ ചേർത്തിട്ടുള്ള ഈ കളറുള്ള വെള്ളം ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ഇവർ ചോദിക്കുന്നത്. അതായത് ഇവരോടൊക്കെ പറയുന്ന ഈ കളറ് ചേർത്ത വെള്ളത്തിനാണ് കേരളക്കാർ പറയുന്നത്. അതായത് ഒറിജിനൽ കെമിക്കലൊന്നും ഇല്ലാത്ത വെള്ളം ആവശ്യപ്പെടുന്നില്ല കച്ചവടക്കാർ. ശരിക്കുള്ള പിന്നെ കരിമ്പ് കറക്റ്റ് പ്രോസസ്സ് ചെയ്ത് വന്നാൽ പച്ച കളർ വരിക. ആ ചെറിയൊരു പച്ച കളറാണ് കരിമ്പിന്. കരിമ്പ് കാപ്പി കാപ്പി കളറും അതുപോലെ ചെറിയൊരു പച്ച കളറുമാണ് ഇതിന് വരിക. ഈ കരിമ്പ് പ്രോസസ്സ് ചെയ്ത് പിന്നെ വെള്ളാക്കിയാൽ അതിൻ്റെ കളറ് വരിക. അപ്പോൾ കേരളത്തിലെ കച്ചവടക്കാരൊക്കെ കളറുള്ള മഞ്ഞ കളറും പിന്നെ റോസ് കളറൊക്കെ ആവുമല്ലോ ചോദിക്കാം. അതെന്തുകൊണ്ടാണ് അതെന്തുകൊണ്ടാണെന്നാണ് ഇവർ ചോദിക്കുന്നത്. നമ്മളെന്തിനാ നമ്മൾ ഈ ഉപയോഗിക്കുന്ന കസ്റ്റമേഴ്സാണ് എന്താണ്ടത് ചേഞ്ച് ആവേണ്ടത്. നമുക്ക് മഞ്ഞ കളറ് വെള്ളം വേണ്ടെന്ന് പറഞ്ഞാൽ ഇവരെന്ത് ചെയ്യൂല, ഇവർ കെമിക്കൽ ആഡ് ചെയ്യൂല, പ്യൂറ് പച്ച കളറിലുള്ള വെള്ളം തരും. അപ്പം നമ്മൾ കസ്റ്റമേഴ്സാണ് എന്താണ് ചേഞ്ച് ചെയ്യേണ്ടത്. ആ പാത്രത്തിൽ നിന്ന് റെഡിയാകുന്ന വെള്ളത്തിൻ്റെ കളറൊക്കെ പച്ച കളറാണ്. നമ്മളതിന് പച്ച കളർ വെള്ളം മതി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താകും, കെമിക്കലൊന്നും ഇല്ലാത്ത നാച്ചുറൽ വെള്ളം കിട്ടും. അതുപോലെ ഇവർ ഇതിൽ വേറെ യൂസ് ചെയ്യുന്ന എന്തെന്നാണ് കണ്ടതെന്ന് വെച്ചാൽ നമ്മളെ സോഡിയം ബൈകാർബണേറ്റ്, അതായത് നമ്മളെ അപ്പക്കാരോ ഇതിൽ വെള്ളത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. പഞ്ചസാര അതുപോലെ അപ്പക്കാരോ ഇത് രണ്ടുമാണ് ഇവർ ഇവിടെ യൂസ് ചെയ്യുന്നത് ഞാൻ കണ്ടത്. ചാക്ക് ഇങ്ങനെ സൈഡിൽ വെച്ചാൽ കാണുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഫാക്ടറി നമ്മൾ കണ്ടതും നമുക്ക് പറയാനുള്ളതൊക്കെ. ഇത് റൺ ചെയ്യുന്ന തമിഴ്നാട്ടുകാരാണ് കേട്ടോ. കർണാടകയിലാണെങ്കിലും ഇത് ഫാക്ടറി റൺ ചെയ്യുന്ന തമിഴ്നാട്ടുകാർ. ഇവിടുത്തെ കാഴ്ചകളാണ് ഈ കാണുന്നത്. അതായത് ഇവർ ഇവിടുത്തെ ഫാമേഴ്സിൻ്റെ അടുത്ത് നിന്ന് കരിമ്പ് വാങ്ങിയിട്ട് ഇവർ വെള്ളാക്കി മാറ്റാണ്. ഇവർ മെയിൻ സപ്ലൈ കേരളത്തിലേക്ക് തന്നെയാണ് ഇവർ സപ്ലൈ ചെയ്യുന്നത്. ഇതുപോലെ ഒരു രണ്ട് ഇത് സെറ്റപ്പ് താഴെയുണ്ട്, ഫാക്ടറി ഉണ്ട്. കരിമ്പുണ്ടാക്കുന്ന വേറെ 2 ഫാക്ടറി താഴെയുണ്ട്. അവിടെ ഇങ്ങനെ പുക പൊന്തുന്നത് കാണാം. അവിടെയൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവർ മെയിൻ സപ്ലൈ കേരളത്തിലേക്ക് തന്നെയാണ്. അല്ലാണ്ട് അവർക്ക് നമ്മളെ ഏരിയയൊക്കെ കറക്റ്റ് അറിയാം, ഇവർ സപ്ലൈ ചെയ്യുന്ന ഏരിയയൊക്കെ. അതൊക്കെ ഞാൻ കണ്ടതെന്ന് വെച്ചാൽ നല്ലപോലെ പഞ്ചസാരയുടെ ചാക്കി ഇങ്ങനെ അട്ടി വെച്ചിരിക്കുക. ഏത് ഇതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് പഞ്ചസാരയുടെ ചാക്ക് അട്ടി വെക്കുക. അതൊന്നും ഇവർ കാണാത്ത രീതിയിൽ, ഞാൻ ക്യാമറയിൽ കാണാത്ത രീതിയിൽ ടാർപ്പായൊക്കെ വെച്ച് മറിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ അത് കണ്ട് ആ ചാക്ക്, പഞ്ചസാരയുടെ ചാക്ക് നമുക്ക് കണ്ടാൽ അറിയാലോ. അപ്പോൾ
ഇത്രയും കാഴ്ചകളാണ് നമുക്കിവിടെ കാണാനുള്ളത്. നമുക്ക് അടുത്ത നമ്മളെ പരിപാടിയിലേക്ക് നീങ്ങാം. ഇത് രാവിലെ ഇറങ്ങിയതാണ്, ഇന്നലെ ഇവിടെ കണ്ടപ്പോൾ രാവിലെ ഇറങ്ങിയതാണ്. ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് പകർത്താമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ ബൈ. ഈ ഒരു ചണ്ടി തന്നെയാണ് കേട്ടോ ഇവർ ഫ്യൂലായിട്ട് യൂസ് ചെയ്യുക. ഇത് കണ്ട കരിമ്പ് വെള്ളത്തിൻ്റെ കളറ് പച്ചയാണ്. കരിമ്പിൻ്റെ വെള്ളത്തിൻ്റെ കളറ് പച്ചയാണ്. അത് നമുക്ക് കറക്റ്റ് കാണാം. അപ്പോൾ കരിമ്പ് പ്രോസസ് ചെയ്താലും പച്ച കളറാണ് വരേണ്ടത്. ഇത് നമ്മൾ കസ്റ്റമേഴ്സ് കളറുള്ള വെള്ളം വേണമെന്ന് പറയുന്നതുകൊണ്ടാണ് ഇവർ കെമിക്കൽ ആഡ് ചെയ്യുന്നത്. അപ്പോൾ പച്ച കളർ വേണമെന്നോ അല്ലെങ്കിൽ ഒരു കാപ്പി കളറ് വെള്ളം വേണമെന്ന് പറഞ്ഞാൽ നമുക്കെന്താവും, കെമിക്കൽ ഇല്ലാത്ത കളറൊന്നും ആഡ് ചെയ്യാത്ത വെള്ളം കിട്ടും. ഓക്കെ, சாக்லேட் பிராண்ட் போட்டீங்களா, அதுதான் பெஸ்ட். இப்போ அவங்க பேர் இவங்க பேர் பிராண்ட் பண்றதுக்கு